ഹായ് ഓൾ, വെൽക്കം ടു മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ലെമൺ ഡിലൈറ്റ് ആണ്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ ലെമൺ ഡിലൈറ്റ് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിന് 2 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഏത് മെഷറിംഗ് കപ്പാണോ അല്ലെങ്കിൽ ഗ്ലാസ് ആണോ യൂസ് ചെയ്യുന്നത്, ഇതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ആയിരിക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് നല്ലൊരു ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടിയത് ലെമണിൻ്റെ ഔട്ടർ കവറിങ് ആണ്. ലെമണിൻ്റെ ഔട്ടർ കവറിങ് സ്ക്രാപ്പ് ചെയ്തെടുക്കണം. സ്ക്രാപ്പ് ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, അതിൽ വൈറ്റ് പാർട്ട് വരാൻ പാടില്ല. വൈറ്റ് പാർട്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇൻ കേസ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു പച്ച കലർന്ന മഞ്ഞ നാരങ്ങയാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് ഈ പച്ച കളറും കൂടെ ഇടയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ലെമൺ ജസ്റ്റും കൂടെ ഈ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടിയത് ഏലക്കയാണ്. 3-4 ഏലക്ക ക്രഷ് ചെയ്തെടുക്കാം. ഇല്ല ഏലക്ക പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്ക പൊടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാരണം നമ്മൾ ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അത് ഈ ലെമൺ ജസ്റ്റ് അരിച്ചെടുക്കണം. അതുകൊണ്ട് ഏലക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ക്രഷ് ചെയ്ത ഏലക്ക വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരു 7-8 മിനിറ്റ് കൊണ്ട് നല്ലൊരു ഷുഗർ സിറപ്പ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ലെമണിൻ്റെ ഔട്ടർ കവറിങ്ങും ചേർത്തു, ഏലക്കയും ചേർത്തു. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 3/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് കോൺസ്റ്റാർച്ച് ചേർക്കാം. 1/4 ഗ്ലാസ് കോൺസ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ. അത് നിങ്ങളെപ്പോഴും എടുക്കുമ്പോൾ 1/4 ഗ്ലാസ്സിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ എടുത്തോളൂ. കാരണം കുറച്ചും കൂടെ കൂടുതലാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം 3/4 ഗ്ലാസ് വെള്ളത്തിൽ 1/4 ഗ്ലാസ്സിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ കോൺസ്റ്റാർച്ചും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ലംസ് ഒന്നും കെട്ടാതെ മിക്സ് ചെയ്യണം. ഇനി നമുക്കിവിടെ വേണ്ടിയത് ലെമൺ ജ്യൂസാണ്. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുക്കാം. ലെമൺ ജ്യൂസ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അതിൻ്റെ കുരുവോ അല്ലിയോ ഒന്നും പാടില്ല. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യാം. ഇത് നല്ലൊരു പുളിയും മധുരവും ഉള്ളൊരു സ്വീറ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ലെമൺ ഡിലൈറ്റ് ആണല്ലോ, അപ്പം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം. ഇനി നമുക്ക് 5-6 ഡ്രോപ്സ് എഡിബിൾ യെല്ലോ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 5-6 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരിച്ച് മാറ്റി വെച്ച ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്യാം. ഇപ്പം വളരെ ലിക്വിഡ് ഫോമിലായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ടോളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഒരു 7-8 മിനിറ്റിനകം നല്ല രീതിയിലൊന്ന് കുറുകി വരും. നല്ല രീതിയിലൊന്ന് കുറുകി വരുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ലാസ്റ്റ് കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു 7-8 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ നല്ല കുറുകി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതാണിത് കറക്റ്റ് ടെക്സ്ചർ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഒരല്പം ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം, ജസ്റ്റ് ഒന്ന് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഇത് ചൂടോടുകൂടി തന്നെ ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് ചൂട് മാറിയതിന് ശേഷം 3 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യണം. 3 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് അപ്സൈഡ് ഡൗൺ ആക്കണം. വളരെ ശ്രദ്ധിക്കണേ, ഇത് ഡെലിക്കേറ്റ് ആണ്, അതുകൊണ്ട് അപ്സൈഡ് ഡൗൺ ആക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്സൈഡ് ഡൗൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യണം. ഇൻ കേസ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ പൗഡേർഡ് ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിങ്കിൾ ചെയ്തിടാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള യെമ്മി ഡിലൈറ്റ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇത് സ്പ്രിങ്കിൾ നിങ്ങളുടെ ഇഷ്ടമാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ പൗഡർ ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.